തളിക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഒരേ നാലമ്പലത്തിനകത്ത് അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും വാവർ സ്വാമിയും കരിമല ശാസ്താവും സുബ്രഹ്മണ്യ സ്വാമിയും വാണരുളുന്ന പുണ്യസന്നിധി. ഗുരുവായൂർ തൃപ്രയാർ റൂട്ടിൽ തളിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യപരമായ സവിശേഷതകൾ കൊണ്ട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന അയ്യപ്പ സന്നിധിയാണിവിടം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. പൂർവ്വകാലങ്ങളിലെന്നോ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി കേരളത്തിലെ വടക്കുദേശത്തു നിന്നും വന്ന തളിക്കുളം തറവാട്ടിലെ ഒരു യോഗിവര്യൻ ശബരിമലയിലെത്തി കാലങ്ങളോളം കഠിനതപം ചെയ്ത് അയ്യപ്പസ്വാമിയെ പ്രീതിപ്പെടുത്തി. തപസ്സിൻ്റെ ഫലമായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കയ്യിലൊരു ശരംകോൽ നൽകി. ഈ ശരംകോൽ എവിടെയാണോ ഉറച്ചു നിൽക്കുന്നത് അവിടെ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അരുളി ചെയ്തു. അങ്ങനെ ശബരിമലയിൽ നിന്നും ശരംകോലുമായി ഇറങ്ങിയ യോഗിവര്യൻ പോകുന്നിടങ്ങളിലെല്ലാം ആ ശരംകോൽ ഉറപ്പിച്ചു നോക്കി. പക്ഷേ അതെവിടെയും ഉറച്ചു കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും പിന്നിട്ട് ഏകദേശം 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു കാനന സമാനമായ അന്തരീക്ഷത്തിലെത്തിച്ചേർന്നു. അവിടെ ആ ശരംകോൽ വെക്കേണ്ട താമസം അത് ആ ഭൂമിയിൽ ഉറച്ചു. ആ പുണ്യഭൂമിയിലാണ് ഇന്ന് കാണുന്ന തളിക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ യോഗിവര്യൻ്റെ തറവാട്ടിൽ ആർക്കും ശബരിമല സന്നിധാനത്തിലേക്ക് പ്രവേശനമില്ല. ഇനി അഥവാ ആ യോഗിവര്യൻ്റെ തറവാട്ടിലെ ആർക്കേലും ശബരിമല സന്നിധാനത്തിലെത്തി അയ്യപ്പസ്വാമിയെ ദർശിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ചില നിബന്ധനകൾ കൂടിയുണ്ട്. ഒന്നുകിൽ വെള്ളാനയുടെ പുറത്തായിരിക്കണം അവർ ശബരിമലയിലേക്ക് യാത്ര തിരിക്കേണ്ടത്. അല്ലെങ്കിൽ വെറ്റില കൊണ്ടുള്ള പന്തലൊരുക്കി അതിൻ്റെ തണലിൽ കാൽനടയായി വേണം ശബരിമലയിലേക്ക് എത്തിച്ചേരേണ്ടത്. മറ്റ് അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഹരിഹരപുത്രൻ്റെ നിൽക്കുന്ന രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പം. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ നിറസാന്നിധ്യം തന്നെ ഈ പുണ്യഭൂമിയിലുണ്ട്. അരികിൽ മാളികപ്പുറത്തമ്മയും കന്നിമൂലയിൽ വിഘ്നേശ്വരനും നാലമ്പലത്തിനകത്ത് മുരുകനും കരിമല ശാസ്താവും ഇവിടെ സാന്നിധ്യമരുളുന്നു. നാലമ്പലത്തിന് പുറത്ത് അഞ്ജനമണിനാഗങ്ങളും നാഗരാജാവും മണിനാഗവും കരിനാഗവും കുടികൊള്ളുന്ന ഒരു അതിമനോഹരമായ കാവ് കൂടിയുണ്ട്. ഈ മണ്ഡലകാലത്ത് ഒരിക്കലെങ്കിലും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്താൻ ശ്രമിക്കാം. ശബരിമലയിലെത്തി സ്വാമിയെ ദർശിക്കാൻ കഴിയാത്തവർക്ക് ഈ സന്നിധിയിലേക്ക് വരാം. ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും കരിമല ശാസ്താവിൻ്റെയും അനുഗ്രഹവും നേടാം.